ദേവമംഗൾ ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ചോതി നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ 9ലെ സ്ഥിതിയും ഈ വർഷക്കാലം മുഴുവൻ ശനിയുടെ ഇഷ്ടസ്ഥിതിയുമുള്ള ഒരു സമയമാണ്. ചോതി നക്ഷത്രക്കാർ ചോതി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായ അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതും ഈ നക്ഷത്രക്കാരുമായി തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതും ഇവരുമായി കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും. എന്നുവെച്ച് ഈ നാളുകാരെ ഒഴിവാക്കണമെന്നല്ല. ഈ നാളുകാരുമായി ഇടപെടുമ്പോൾ പ്രത്യേകം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണെന്ന് ചുരുക്കം. ചോതി നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ക്രയവിക്രയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചില മാനസിക സംഘർഷങ്ങൾക്കും ഇടവന്നേക്കാം. സഹപ്രവർത്തകരെ കൊണ്ടോ തൊഴിലുടമകളെ കൊണ്ടോ പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗത്തു നിന്നും വിട്ടുനിൽക്കേണ്ട അവസ്ഥ പോലും ചില സാഹചര്യങ്ങൾ അനുഭവമാവാമെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഗുണകരമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. കുടുംബത്തിൽ ചില അവസരങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ചും എതിർലിംഗത്തോട് കാണിക്കുന്ന അമിത അടുപ്പം പല അപവാദങ്ങൾക്കും ഇടവരുത്തിയേക്കാം. അതിനാൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. സാമ്പത്തിക രംഗത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സ് കാണിക്കും. കാർഷിക രംഗത്തുള്ളവർക്ക് വലിയ ലാഭമോ നഷ്ടമോ ഉണ്ടായെന്ന് വരില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അലച്ചിലും അധ്വാനഭാരവും മാനസിക സമ്മർദ്ദവും വർദ്ധിക്കും. ചോതി നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് പുരോഗതി കൈവരും. കച്ചവട രംഗത്തും കാർഷിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമായി കാണുന്നു. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. മത്സരരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും ഉദ്ദേശിച്ച വിജയം കൈവരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ ദുർഘടം നിറഞ്ഞതായിരിക്കും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹാനുസരണമുള്ള പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. സന്താനങ്ങൾക്ക് വേണ്ടി പണം അനാവശ്യമായി ചെലവഴിക്കും. സന്താനങ്ങൾക്ക് വിദേശ ജോലിക്ക് സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. അല്ലെങ്കിൽ അറിയാതെ കടബാധ്യതകൾ ചെന്നുപെടാൻ ഇടവന്നേക്കാം. ആർഭാടങ്ങളിലും അലങ്കാര വസ്തുക്കളിലും ഗൃഹോപകരണങ്ങളിലും താല്പര്യം വർദ്ധിക്കും. ചോതി നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ജൂൺ മാസം ആദ്യ ഭാഗം പൊതുവെ ഗുണകരമായി കാണുന്നു. എന്നാൽ മധ്യഭാഗത്തിന് ശേഷം അത്ര തൃപ്തികരമായി കാണുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിജയവും സ്കോളർഷിപ്പും ലഭിക്കും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ശമ്പളം കിട്ടാൻ കാലതാമസത്തിന് ഇടവരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ ഇടയുണ്ടാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്നു വരില്ല. അക്കാരണത്താൽ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദമുണ്ടാവും. ചോതി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുജൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹമുള്ളതിനാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഗവൺമെൻറ് സർവീസിലുള്ളവർക്കും ഭരണരംഗത്തുള്ളവർക്കും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർന്ന പദവികൾ ലഭിക്കും. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുമെങ്കിലും വരവും ചിലവും തുല്യമായി പോകുന്നതിനാൽ പൊരുത്തപ്പെട്ടു പോകാൻ നന്നേ ബുദ്ധിമുട്ടിയെന്ന് വരും. ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ ഇടവരും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായി കാണുന്നു. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നുചേരും. കാർഷിക രംഗത്തും ബിസിനസ് രംഗത്തുമുള്ളവർക്ക് സമയം ഏറെ അനുകൂലമായി കാണുന്നു. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ച മാറിക്കിട്ടും. മാസാന്ത്യത്തോടെ സാമ്പത്തികാഭിവൃദ്ധിയും കർമ്മപുഷ്ടിയും കൈവരും. ചോതി നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഇവിടെ ഞാൻ പൊതുവായ ഫലമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.